ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 42-ാം തിരുവചനം. നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാവുന്നു, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. ഈ ലോകത്തിൽ ഏതൊരു വ്യക്തിക്കും തന്റെ സ്വന്തം അമ്മയെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. ഈശോമിശിഹായ്ക്ക് മാത്രമേ ആ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഈശോ തമ്പുരാൻ മാതാവിനെ തന്റെയും ഈ ലോകം മുഴുവന്റെയും അമ്മയായി തിരഞ്ഞെടുത്തപ്പോൾ പരിശുദ്ധ കന്യകാമറിയം സകല സ്ത്രീകളിലും അനുഗ്രഹീതയായി. നാം ജപമാല ജപിക്കുമ്പോൾ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു എന്ന് ഏറ്റുപറയുമ്പോൾ നാമും അനുഗ്രഹീതരാകും. വിശുദ്ധ ബൊനവന്തുര ഇങ്ങനെ പ്രസ്താവിക്കുന്നു: ദൈവത്തിന് കൂടുതൽ പരിപൂർണരായ മാലാഖമാരെയോ മഹത്തരമായ പ്രപഞ്ചത്തെയോ അതിമനോഹരമായ സ്വർഗത്തെയോ സൃഷ്ടിക്കുവാൻ സാധിക്കും. എന്നാൽ ദൈവമാതാവിനേക്കാൾ പരിപൂർണയായ ഒരു അമ്മയെ സൃഷ്ടിക്കുവാൻ സാധ്യമല്ല. അത് ശരിയല്ലേ? ദൈവം ഒരു വ്യക്തിയെ ഒരു പ്രത്യേക ദൗത്യത്തിനോ ജീവിതാന്തസ്സിലേക്കോ തിരഞ്ഞെടുക്കുമ്പോൾ ആ വ്യക്തിക്ക് ആവശ്യമായ എല്ലാ വരങ്ങളും നൽകി ആ വ്യക്തിയെ സമലങ്കരിക്കുമെന്ന് വിശുദ്ധ തോമസ് അക്വീനാസ് പ്രസ്താവിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ദൈവമാതാവെന്ന അത്യുന്നത സ്ഥാനത്തിലേക്ക് ഉയർത്തപ്പെട്ട നമ്മുടെ അമ്മയ്ക്ക് ദൈവം എത്ര അസാധാരണ നന്മകൾ നൽകി അലങ്കരിച്ചിരിക്കുമല്ലേ? നമ്മുടെ അമ്മ സകല ഗുണ സമ്പൂർണയായിരുന്നു. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളും ദാനങ്ങളും എല്ലാം അതിന്റെ ഏറ്റവും വലിയ പൂർണ്ണതയിൽ തന്നെ മാതാവിൽ പ്രശോഭിച്ചിരുന്നു. മാതാവിന്റെ വിശ്വാസം അജയവും പ്രത്യാശ അചഞ്ചലവും സ്നേഹവും ഉജ്ജ്വലവുമായിരുന്നു. മാതാവ് സകല ഗുണങ്ങളും സമ്മേളിച്ച ഒരു ദൈവ മാതാവായിരുന്നു. കാൽവരിയിലെ കുരിശിന് സമീപം നിൽക്കുമ്പോഴും അതിനുശേഷവും മനുഷ്യാവതാര കർമ്മത്തിന് സമ്മതം നൽകിയപ്പോഴും എല്ലാം മാതാവ് ദൈവത്തിന് വിധേയയായിട്ടാണ് വർദ്ധിച്ചിരുന്നത്. അങ്ങനെ ദൈവമക്കളായ നാമും ദൈവത്തിന് വിധേയരാകുമ്പോൾ നാമും അനുഗ്രഹിക്കപ്പെടും. മറിയമേ, നീ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു എന്ന് ദൈവദൂതൻ മാതാവിനോട് പറഞ്ഞപ്പോൾ മാതാവ് തനിക്ക് വേണ്ടി മാത്രമല്ല ഈ ലോകം മുഴുവനു വേണ്ടിയുമാണ് ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയത് എന്ന് മിസ്റ്റർ തോമസ് അക്വീനാസ് വീണ്ടും പ്രസ്താവിക്കുന്നു. മറിയം തന്റെ ജനനം കൊണ്ട് അമലോത്ഭയായി പരിശുദ്ധയായിരുന്നെങ്കിലും പാപികളോട് കരുണയുള്ള അമ്മയായിരുന്നു. അതുകൊണ്ടാണ് നാം മറിയത്തെ പാപികളുടെ സങ്കേതമേ എന്ന് വിളിക്കുന്നത്. അതിന് ഉദാഹരണമായി ഒരു സംഭവം പറയാം. ലില്ലിയൻ റോസ് ഒരു യഹൂദ വനിതയായിരുന്നു. അമേരിക്കയിലെ ഹോളിവുഡിലെ പ്രശസ്ത നടി. എന്നാൽ അവൾ വളരെ അസാധാരണമായ ഒരു ജീവിതമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയിരിക്കെ 1947 ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷന്റെ റേഡിയോ സ്റ്റേഷനിൽ നിന്നുമുള്ള ഒരു പ്രക്ഷേപണത്തിൽ ഫാത്തിമ ദർശനങ്ങളെക്കുറിച്ച് അവൾ കേൾക്കുകയുണ്ടായി. അതിന് കേട്ടതിനു ശേഷം അവൾ മാനസാന്തരപ്പെട്ട് കത്തോലിക്ക സഭയെ ആശ്ലേഷിച്ചു. അതിനുശേഷം അവൾ തന്റെ ഓട്ടോബയോഗ്രഫി എഴുതുകയാണ്. അതിൽ അവൾ ഇങ്ങനെ പ്രസ്താവിച്ചിരിക്കുന്നു: ഈ ലോകത്തിലെ ഏറ്റവും വലിയ കവാടമായ കത്തോലിക്ക സഭയെ തുറക്കുവാൻ ഞാൻ ഉപയോഗിച്ച എന്റെ ചെറിയ താക്കോൽ ജപമാലയാണെന്ന്. അതെ, നാം ജപമാല ജപിക്കുമ്പോൾ പാപികളായ നാം ഓരോരുത്തരും മാതാവ് തന്റെ തിരുക്കുമാരന്റെ പ്രതിച്ഛായയാണ് കാണുന്നത്. അങ്ങനെ ജപമാല ഉരുവിട്ട് നാം ജപിക്കുമ്പോൾ നാം ദൈവത്തോട് അടുക്കുന്നു. പാപികളായ നമ്മൾ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ മാതാവ് നമ്മെ മാനസാന്തരത്തിലേക്ക് ആഹ്വാനം ചെയ്യുന്നു. അങ്ങനെ മാനസാന്തരപ്പെട്ട് നാം വീണ്ടും ദൈവത്തോട് അടുത്താൽ മാതാവ് നമ്മളെ അനുഗ്രഹിക്കുമെന്നത് തീർച്ച. എന്റെ ജീവിതത്തിലും മാതാവിന്റെ പ്രത്യേക ഇടപെടലിലൂടെയും ജപമാലയുടെ ശക്തിയിലൂടെയും ഒട്ടേറെ അനുഗ്രഹങ്ങൾ ഞാൻ പ്രാപിച്ചിട്ടുണ്ട്. സമയപരിമിതി കൊണ്ട് എല്ലാം ഷെയർ ചെയ്യാനായിട്ട് പറ്റുന്നില്ലെങ്കിലും നിങ്ങൾക്ക് ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം:
ജപമാല കയ്യിലേന്തി മാതാവിന്റെ മധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്ന ആരെയും മാതാവ് ഉപേക്ഷിക്കുകയില്ല. കാനായിലെ കല്യാണ വിരുന്നിൽ മാതാവിന്റെ അപേക്ഷ കേട്ട് വെള്ളത്തെ വീഞ്ഞാക്കിയ നമ്മുടെ ഈശോ തമ്പുരാൻ നമ്മുടെ ജീവിതത്തിലെ കുറവുകളെയും നിറവുകളാക്കും. മാതാവിന്റെ സ്തോത്ര ആലപനത്തോട് ഞാനും 2 വരികൾ ചേർന്ന് ആലപിക്കട്ടെ. എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ തൃക്കൺ പാർത്തു. ആവേ മരിയ. പരിശുദ്ധ കന്യാമറിയം. പരിശുദ്ധ കന്യാമറിയത്തിന്റെ മാതാപിതാക്കന്മാർ വിശുദ്ധ യോഹാക്കിയും വിശുദ്ധ അന്നയുമായിരുന്നു. പരിശുദ്ധ കന്യാമറിയത്തിന്റെ ജനനം ഭൂലോകത്തിലുള്ള എല്ലാവർക്കും ഏറ്റവും വലിയ പ്രത്യാശ നൽകി. മേരി എന്ന പേരിന്റെ അർത്ഥം നാഥ, രാജ്ഞി എന്നിവയാണ്. മേരി ചെറുപ്പത്തിൽ തന്നെ ദൈവ സ്നേഹം നിറഞ്ഞവളായിരുന്നു. നമ്മുടെ കുടുംബങ്ങളിൽ മറിയത്തിന് നാം സ്ഥാനം നൽകണം. മറിയം ദൈവമാതാവാണ്. ബോധജ്ഞാനത്തിന്റെ സിംഹാസനവും ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശവുമായ മാതാവെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. ജപമാലയുടെ മാസമാണല്ലോ നമ്മുടെ സ്വർഗീയ അമ്മയുടെ മാസമാണ് ഈ മാസം. ഈ മാസത്തില് എന്താണ് ഉള്ളത്, എന്താണ് പ്രത്യേകമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ഈ മാസം ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ വേണ്ടിയതാണ് ഈ മാസത്തിന്റെ പ്രത്യേകമായി നാം ചെയ്യേണ്ട കാര്യം. ഈശോ തന്റെ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിച്ചത് കാനായിലെ വിവാഹ വിരുന്നിലാണ്. ആ വിവാഹ വിരുന്നിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം കൊണ്ട് ഈശോ വെള്ളത്തെ വീഞ്ഞാക്കി തന്റെ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിച്ചു. ഇപ്പോൾ ലോകം COVID-19 എന്ന മഹാമാരിയുടെ പിടിയിൽ ഉണ്ട്. ഈ മഹാമാരിയിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കാൻ ഒരേ വഴി ജപമാല ചൊല്ലി ലോകത്തിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും നല്ല വഴിയാണ്. നന്ദി. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ കന്യാമറിയം. വിശുദ്ധ കന്യാമറിയത്തിന്റെ മാതാപിതാക്കന്മാർ വിശുദ്ധ ജോയ്ക്കും വിശുദ്ധ അന്നയുമായിരുന്നു. മാതാവിന്റെ ജനനം ഭൂലോകത്തിലുള്ള എല്ലാവർക്കും ഏറ്റവും വലിയ പ്രത്യാശയെ നൽകി. ഈ ഒക്ടോബർ മാസം മാതാവിന്റെ ഏറ്റവും പ്രത്യേക മാസമാണ്, അതായത് ജപമാലയുടെ മാസം. ഈ മാസം നമ്മൾ എല്ലാ വീടുകളിലും ജപമാല ചൊല്ലി മാതാവിന് ഏറ്റവും വലിയ സ്ഥാനത്തെ കൊടുക്കണം. നിത്യവിശുദ്ധയാം കന്യാമറിയമേ, നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ നിൻ സ്നേഹവാത്സല്യം ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ. നിത്യവിശുദ്ധയാം കന്യാമറിയമേ, നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ നിൻ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ. മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാരുണ്യങ്ങൾ ചെയ്തു തരുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കാരുണ്യം വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാത്തോടും അവന്റെ സന്തതികളോടും എനിക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ മറിയം
അവളോടുകൂടെ 3 മാസത്തോളം താമസിച്ചു. പിന്നെ വീട്ടിലേക്ക് മടങ്ങി. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മ. ജോവാനും അന്നയ്ക്കും പരിശുദ്ധ അമ്മ മകളായി പിറന്നു. ജോസഫിനും മറിയക്കും ദൈവകൃപയാൽ ഉണ്ണി ഈശോ പിറന്നു. അങ്ങനെ പരിശുദ്ധ അമ്മ നമ്മുടെ എല്ലാവരുടെയും അമ്മയായി തീർന്നു. പിശാചിന്റെ തല തകർത്ത് നമ്മളെ എല്ലാ പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും മോചിതരാക്കിയവളാണ് പരിശുദ്ധ അമ്മ. നമ്മളുടെ അപേക്ഷകൾ ഒരിക്കലും നിരസിക്കാതെ തന്റെ തിരുക്കുമാരനെ മുമ്പിൽ സമർപ്പിച്ച് നമ്മൾക്ക് വേണ്ടി മധ്യസ്ഥം അപേക്ഷിച്ചവളാണ് പരിശുദ്ധ അമ്മ. താങ്ക് യു.